വെൽക്കം ബാക്ക് ടു നോട്ടൻസ്. അങ്ങനെ ഇത് വീണ്ടും ക്രിസ്മസ് എത്തിയിരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമും എത്തിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ മക്കളെ, നമ്മുടെ +2 അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണോ? അല്ല. +2 അക്കൗണ്ടൻസിയിൽ AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്ന എല്ലാ കുട്ടികളും വേഗം വന്നോളൂ. വേഗം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് AFSലെ ഇമ്പോർട്ടന്റ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേഗം തന്നെ എല്ലാവരും ആദ്യം തന്നെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് സെറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്, ചെയ്ത് പഠിക്കണം. 40 മാർക്കിന്റെ എക്സാം ആണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാനുണ്ട്. പ്ലസ് എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട്ബുക്കും കാൽക്കുലേറ്ററും പെന്നും സ്കെയിലും പെൻസിലും ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരുന്നു. നമ്മളിതാ തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, എടാ മക്കളെ, നമ്മൾ ആദ്യം 1 മാർക്കിന്റെ 1-2 തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം, AFS മോഡൽ ഫെബ്രുവരി 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എടാ അപ്പൊ നോക്കിക്കേ, നിങ്ങൾക്ക് AFSന് ടോട്ടല് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലെ? ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ക്രിസ്മസ് എക്സാമിന് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സോ നമുക്ക് വേഗം ഉഷാറായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? അതിന് മുന്നേ ആയിട്ട് എല്ലാവരും വേഗം AFS ടീമിന്റെ കുറച്ച് പവർ ഒക്കെ കാണിച്ച് വേഗം ആയിക്കോട്ടെ. യെസ്, ഉഷാറായിക്കോട്ടെ. ആൻസർ വരുന്നുണ്ട് C ആണ്, D ആണ്, B ആണ്, A ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ B, സെക്യൂരിറ്റീസ് പ്രീമിയം. വൺസ് അഗൈൻ റിപ്പീറ്റ്, സെക്യൂരിറ്റി പ്രീമിയം ആണ് കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. What is the maximum amount of capital a company authorized to issue as per its memorandum of association? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോർ ഓവർ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കമ്പനി ഓതറൈസ്? എത്രയാണ് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഒരു കമ്പനി ഓതറൈസ് ചെയ്യുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ C ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ C, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്തേക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ, വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആണോ, ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ആണോ, എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ആണോ, ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ B ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡിബഞ്ചേഴ്സ് എന്താണെന്നും ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണെന്നും എത്ര ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സും കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ജേർണൽ എൻട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദി ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കാം. when debentures are redeemed out of profit, not the point, when the debentures are redeemed out of profit ആണ് എങ്കിൽ the amount is transferred to what? എവിടേക്കാണ് നമ്മൾ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ആണോ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആണോ, ക്യാപിറ്റൽ റിസർവ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ എമൗണ്ട് അല്ലെങ്കിൽ അത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കാം. യെസ്, അടുത്ത നോക്കിക്കേണ്ട വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? നോക്കിക്കേ, ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രയൽ ബാലൻസ്, നോട്ട്സ് ടു അക്കൗണ്ട് എല്ലാം തന്നിട്ടുണ്ട്. ഇതില് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണന്റ്? നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കാം. നോട്ട് എ കമ്പോണന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ദ വേർഡ് നോട്ട് എ കമ്പോണന്റ്. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് ആയിരിക്കും ചോദിക്കുക, ചിലപ്പോ നോട്ട് എ കമ്പോണന്റ് എന്നും ചോദിക്കാം. അപ്പൊ ആ വേർഡ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഇവിടെ ഒരു നോട്ട് കിടപ്പുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പൊ നോട്ട് എ കമ്പോണന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ കമ്പനിയുടെ? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ട്രയൽ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? നോട്ട്സ് ടു അക്കൗണ്ടോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C, ട്രയൽ ബാലൻസ് ആണ് കേട്ടോ. ട്രയൽ ബാലൻസ് ഇസ് ദ നോട്ട് എ കമ്പോണന്റ് ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കമ്പോണന്റ് അല്ലാത്തത് ട്രയൽ ബാലൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ
പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി. മക്കളെ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ. എഴുതി വെച്ചോ, ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നാളെ എക്സാമിന് ഉണ്ടായിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇവിടെ ഓരോ റേഷ്യോസും എന്തിനാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, എന്താണ് അതിന്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നത്, ഇക്വേഷൻ ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്യാനും റേഷ്യോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ പറയാ വിച്ച് ഈസ് യൂസ്ഡ്, ഈ താഴെ പറയുന്നത് ലിക്വിഡിറ്റി ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ, സോൾവൻസി ആണോ, ആക്ടിവിറ്റി റേഷ്യോസ് ആണോ നമ്മൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? എ ബി സി ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ആക്ടിവിറ്റി റേഷ്യോ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി, ആക്ടിവിറ്റി റേഷ്യോ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. എടാ ഇത് 1 മാർക്ക് സെക്ഷനിൽ നിന്ന് മാറി 2 to 3 മാർക്കിന്റെ ലെവൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. അഡാനി പോർട്ട് ലിമിറ്റഡ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിക്കുക. അഡാനി പോർട്ട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഡു യു എഗ്രി, ജസ്റ്റിഫൈ. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വൈ, ഇല്ലെങ്കിൽ വൈ. ജസ്റ്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലിമിറ്റഡ് എന്നുള്ള വേർഡ്സും പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വേർഡ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് ഒന്നും ഉണ്ടായിരിക്കും എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചതാണ്. യെസ്, നമുക്ക് നോക്കാം. യെസ്, the word private is not there in the name of the company. അല്ലെ, ഈ അഡാനി പോർട്ട് ലിമിറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്രൈവറ്റ് എന്ന വേർഡ് കമ്പനിയുടെ നെയിമിനോട് കൂടി ഇല്ല. ഹെൻസ് നമ്പർ 1 we can purchase the share from the stock exchange. അതുകൊണ്ട് തന്നെ ഈ അഡാനി പോർട്ട് പോലുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ഷെയർസ് പർച്ചേസ് ചെയ്യാനും സെൽ ചെയ്യാനും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതേപോലെ തന്നെ അവരുടെ ഷെയർസ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഫ്രീലി ട്രാൻസ്ഫർഡ് ആണെന്നുള്ളതും കൂടി നോട്ട് ചെയ്തേക്കാം. അപ്പൊ എന്താണ് പറയുന്നത്? ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പർച്ചേസ് ചെയ്യാനും സെൽ ചെയ്യാനും സാധിക്കും. യെസ്, അടുത്ത ദിവസം നോക്കിക്കേ. വെരി 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 സിമ്പിൾ. നോക്കുക, AFSന്റെ 2025 ഫെബ്രുവരി എക്സാമിന്റെ മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ഡിബഞ്ചേഴ്സ്? എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ. എന്താണ് ഡിബഞ്ചേഴ്സ്? ആക്ച്വലി വാട്ട് ഈസ് ഡിബഞ്ചേഴ്സ്? നമുക്ക് നോക്കാം. ഡിബഞ്ചർ ഈസ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. കണ്ടോ, ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ. ഇറ്റ് ഈസ് ആൻ ആക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. വെരി ഇമ്പോർട്ടന്റ്. അത് ഡെപ്റ്റ് ആക്നോളജ്മെന്റ് ആണെന്നും കൂടി നോട്ട് ചെയ്തേക്കാം. യെസ്, ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ദിവസം നോക്കിക്കണം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? എന്താണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യം? നോക്കാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മീൻസ്, ഇതാണ് നമ്മുടെ പോയിന്റ്, റീപേയ്മെന്റ് ഓഫ് മണി ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മണി റീപേ ചെയ്യുന്നതിനെയാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മണി റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മീൻസ് റീപേയ്മെന്റ് ഓഫ് മണി ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മണി റീപേ ചെയ്യുക എന്നുള്ളതാണ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും എന്താ ശ്രദ്ധിക്കുക. നമ്മുടെ ന്യൂട്ടൻസ് 5th മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ജനുവരി 1st വീക്കോട് കൂടി നമ്മൾ നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നൈറ്റ് ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവരും എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, അടുത്ത് നോക്കടാ. The mention any 4 tools for analysis of financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന any 4 ടൂൾസ് നിങ്ങളോട് മെൻഷൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കാം. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, റേഷ്യോ അനാലിസിസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ട് അല്ലെ. ദീസ് were the 4 tools for the analysis of ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന 4 ടൂൾസ് ആണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ നോക്കിക്കേ. വാട്ട് ഈസ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ആക്ച്വലി ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
നോക്കാം. എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ക്യാഷ്. എന്താണ്? ക്യാഷിലും അതുപോലെ തന്നെ ക്യാഷ് ഈക്വാലൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ ക്യാഷിനെയും ക്യാഷ് ഈക്വാലൻസും തമ്മിലുള്ള ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ക്ലാസിഫൈങ് ദ ക്യാഷ് ഫ്ലോസ് ഇൻടു ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് അല്ലെ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടും ഇൻവെസ്റ്റിംഗ് ആയിട്ടും ഫിനാൻസിങ് ആയിട്ടും നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. യെസ്. അടുത്ത് നോക്കിക്കേടാ, എന്താ? ഡ്രോ എ ചാർട്ട് ഷോയിങ് ദ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. മക്കളെ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ ഷെയർ ക്യാപിറ്റലിന്റെ കാറ്റഗറീസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിന്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് എക്സാമിന്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രോ എ ചാർട്ട് ഷോയിങ് ദ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ കാറ്റഗറീസ് കാണിക്കുന്ന ആ ഒരു ചാർട്ട് നിങ്ങളോട് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്നുള്ളത്. നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, അൺകോൾഡ് ക്യാപിറ്റൽ ഉണ്ട് കേട്ടോ. ദീസ് were the categories of share capital എന്നുള്ളതാണ്. വൺസ് അഗെയിൻ എല്ലാവരും മിസ്സിന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യുക. ഏതൊക്കെയാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ. വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ അല്ലേ. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ വരുന്നത്. ഓക്കെ, പക്കാ സെറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് ദ ജേർണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ്. യെസ്, ഇവിടെ നിങ്ങൾക്ക് AFSന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ജേർണൽ എൻട്രീസ് എഴുതുക എന്നുള്ളതും. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, റിജക്റ്റഡ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും 200% ഞാൻ ഉറപ്പ് പറയാം, നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ജേർണൽ എൻട്രീസ് ഇതേപോലെ എഴുതാനായിട്ടും. സോ എല്ലാവരും പഠിച്ചിട്ടേ പോകാനായിട്ട് പാടുള്ളൂ. നമ്പർ 1 നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി വരുന്നത്? amount due on allotment, then money refunded on rejected application. എന്താണ് ആൻസർ വരുന്നത് എന്നുള്ളത് വേഗം 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 എല്ലാവരും ഒന്ന് പറയാൻ നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ മണി ആണെങ്കിൽ ജേർണൽ എൻട്രി വിൽ ബി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. അലോട്ട്മെന്റ് ആവുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. ഫൈനലി ഷെയർ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ഈ കേസുകളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. എമൗണ്ട് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചതാണ്. സോ ഇറ്റ്സ് ജേർണൽ എൻട്രി വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. വേഗം 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 പഠിച്ചിട്ട് പോവാ. ഇനി ആരെങ്കിലും ആ ക്ലാസ് ഒന്നുകൂടി കാണുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് മെന്ററെ കോൺടാക്ട് ചെയ്ത് കാണാം. യെസ്, അടുത്ത് നോക്കിക്കോളൂ. ഇവിടെ ഒരു കുറച്ച് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. XY കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 8,014% debentures. കണ്ടോ, 8,014% debentures 100 each at a discount of 10% അവർ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ഒരെണ്ണത്തിന് 100 രൂപ വീതം 10% ഡിസ്കൗണ്ടിൽ വിച്ച് പേയബിൾ ഇൻ ലംസം ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ were received for 10,000 debentures. മൊത്തത്തില് 10,000 ഡിബഞ്ചേഴ്സിനാണ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത്. എക്സസ് ഓഫ് മണി വാസ് റീഫണ്ടഡ് ഓൺ അലോട്ട്മെന്റ്. എക്സസ് മണി അലോട്ട്മെന്റിൽ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. You have to pass the journal entries in the books of the company. കമ്പനി ബുക്സിൽ നിങ്ങളോട് ഈ പറയുന്ന ഓരോ കേസസിന്റെയും ജേർണൽ എൻട്രി കാണിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ജേർണൽ എൻട്രി നമുക്ക് എഴുതാലോ. എങ്ങനെയാണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആണ്. 9 lakh rupees ആണ് വരുന്നത്. ദെൻ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഒരു 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ അപ്പൊ അത് എടുത്ത് കാണിക്കുക. 10% ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 80,000 ടു ഡിബഞ്ചേഴ്സ് 8 lakh ടു ബാങ്ക് 1,80,000 rupees കേട്ടോ. അങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് ജേർണൽ എൻട്രി എഴുതി പഠിക്കണം. ഓക്കെ, അപ്പൊ ജേർണൽ എൻട്രി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. XY കമ്പനി ലിമിറ്റഡ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി എഴുതി പഠിക്കുക കേട്ടോ ജേർണൽ എൻട്രീസ്. ഓക്കെ അല്ലേ പറഞ്ഞത്? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സ്പെസിഫൈ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങളോട് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്? നമ്പർ 1 നോക്കാം, to provide the information about the assets and liabilities of a business. ബിസിനസിന്റെ അസറ്റ്സിനെയും ലയബിലിറ്റിയെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. Then provide information about the earning capacity of the business. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റിയെ കുറിച്ച് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. Provide information about the cash flows of the business. ബിസിനസിന്റെ ക്യാഷ് ഫ്ലോസിനെ കുറിച്ച് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. These were the objectives of the financial statement. Very important തിയറി ആണ്, നന്നായിട്ട് പഠിക്കണം. Once again repeat ചെയ്ത് വായിക്കുക. To provide the information about the assets and liabilities of a business. ബിസിനസിന്റെ അസറ്റ്സിനെ കുറിച്ചും ലയബിലിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. And to provide information about the earning capacity of the business. ബിസിനസിന്റെ earning capacity കുറിച്ച് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. And finally to provide information about the cash flows of the business. ബിസിനസിന്റെ ക്യാഷ് ഫ്ലോസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. Okay, then അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ, റേഷ്യോ കമ്പ്യൂട്ടേഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നിങ്ങളോട് വലിയൊരു എസ്സേ ആയിട്ടും പല പല ടൈപ്പ് ഓഫ് റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കും. സെയിം അതേപോലെ 2 to 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഇതേപോലെ റേഷ്യോ കമ്പ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും. Here you have to find out the debt to equity ratio. Debt to equity ratio ആണ് നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. That is from the following information. താഴെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് ഇൻഫോർമേഷനെ തന്നിട്ടുള്ളൂ. നമ്പർ 1, ടോട്ടൽ ഡെപ്റ്റ്സ് 2 ലക്ഷം രൂപയാണെന്നും ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 4 ലക്ഷം രൂപയാണെന്നുള്ള രണ്ട് ഇൻഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഈക്വൽസ് എന്താണ് ഇക്വേഷൻ വരുന്നത്? ലോങ് ടേം ഡെപ്റ്റ് അല്ലേ. ലോങ് ടേം ഡെപ്റ്റ് എത്രയാണോ, ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. എന്തായിരുന്നു? ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് വരുന്ന ഇക്വേഷൻ. ലോങ് ടേം ഡെപ്റ്റ് എത്ര രൂപയാണ്? 2 ലക്ഷം രൂപയാണ് ലോങ് ടേം ഡെപ്റ്റ് വരുന്നത്. ഈ 2 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 4 ലക്ഷം, 2 ഡിവൈഡഡ് ബൈ 4, സീറോസ് ക്യാൻസൽ ആയി പോയി. 2/4 നമുക്ക് 2:1 എന്നുള്ള രീതിയിൽ, 1:2 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. അങ്ങനെ നമുക്ക് 5:1 എന്നുള്ള രീതിയിലേക്ക് റേഷ്യോ കൺവേർട്ട് ചെയ്യാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റേഷ്യോ കമ്പ്യൂട്ടേഷൻ ഓരോന്നായിട്ട് എക്സാമിന് ചോദിക്കും. നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഓരോ റേഷ്യോസും അതിന്റെ ഇക്വേഷൻസും. മക്കളെ, റേഷ്യോ കമ്പ്യൂട്ടേഷന്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇക്വേഷൻ എഴുതിയിട്ട് മാത്രം ചെയ്യാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. തന്നെ നമ്മുടെ മാർക്കിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി പൂർണ്ണമായിട്ട് ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ചെയ്ത് പഠിച്ചിട്ട് കയറാം. Okay, അടുത്ത ദിവസം നോക്കിക്കടാ. From the following information, you have to calculate the current ratio, the most simplest ratio. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോ ആണ് കറന്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത് അല്ലെ. കറന്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കറന്റ് റേഷ്യോ ഈക്വൽസ് കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ആണ് കറന്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുണ്ട് 6 lakh, നോൺ കറന്റ് ലയബിലിറ്റീസും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും നോൺ കറന്റ് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് കറന്റ് റേഷ്യോ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. കറന്റ് റേഷ്യോ ഈക്വൽസ് കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് അല്ലെ. കറന്റ് അസറ്റ്സിനെ കറന്റ് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് കറന്റ് അസറ്റ്സ്. 6 ലക്ഷം രൂപ ടോട്ടൽ അസറ്റ്സ് വരുന്നുണ്ടോ? ഇതാ നോക്കുക, 6 ലക്ഷം രൂപ ആകെ ടോട്ടൽ അസറ്റ്സ് വരുന്നുണ്ട്. അതിൽ നിന്ന് നോൺ കറന്റ് അസറ്റ്സ് ആയിട്ടുള്ള 5,20,000 അല്ലെങ്കിൽ 5,20,000 രൂപ കുറയ്ക്കുക. സോ നമുക്ക് ആൻസർ വരുന്നത് 80,000, 80,000 രൂപയും കറന്റ് ലയബിലിറ്റീസ് വരുന്നത് എത്രയാണ്? 6 lakh rupees ആണ്. അതിൽ നിന്ന് ഈ പറഞ്ഞ 5,60,000 rupees കുറയ്ക്കുക. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 40,000, 40,000 രൂപയായിരിക്കും ആൻസർ വരുന്നത്. എത്രയാണ്? 40,000 രൂപ. ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. 80,000 ഡിവൈഡഡ് ബൈ 40,000. 80,000 ഡിവൈഡ് ബൈ 40,000 എന്നുള്ള രീതിയിൽ ചെയ്ത് 2:1 നമുക്ക് ഇക്വേഷൻ ത്രൂ ആൻസറിലേക്ക് എത്താം. റേഷ്യോ വിൽ ബി 2:1. 2:1 ആണ് റേഷ്യോ വരുന്നത്. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, റേഷ്യോ കമ്പ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്ത് പഠിച്ചിട്ട് തന്നെ എല്ലാവരും പോയേക്കാം. യെസ്, അടുത്ത ദിവസം നോക്കണം. കറന്റ് അസറ്റ്സ്, കറന്റ് ലയബിലിറ്റി, ഇൻവെന്ററി, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, so many informations relating to
സംതിങ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റൻ അല്ലേ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ്സ് ഇത്രയാണ്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ട്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ട്. ദ ക്വസ്റ്റൻ ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കണം. നമ്പർ 1 എണ്ണിക്കോ, കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കണം, ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കണം, ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. മക്കളെ ഞാൻ ഇവിടെ എഴുതി ഒപ്പിട്ട് തരാം. തിങ്കളാഴ്ച അടുത്ത ദിവസം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഉറപ്പാണ്, വാക്കാണ്. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. പഠിച്ചിട്ട് പോവാ. കാൽക്കുലേറ്റ് ദ കറന്റ് റേഷ്യോ എന്നുള്ളതാണ് അല്ലെ. എങ്ങനെയാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് വേഗം നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ആദ്യം നിങ്ങൾ ഓരോ ഇക്വേഷൻ എഴുതുക. അതിൽ നിന്ന് ഏതൊക്കെയാണ് വേണ്ടത്? കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ കറണ്ട് അസറ്റ്സ് വേണം, കറണ്ട് ലയബിലിറ്റീസ് വേണം. അങ്ങനെ ഓരോ ഇക്വേഷൻസും ചെയ്തിട്ട് വേഗം എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് ആ ഇൻഫോർമേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് എഴുതുക. കണക്ട് ചെയ്ത് എഴുതി പോവാം. നമുക്ക് വേഗം അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി നമുക്കറിയാം. 2,50,000 ഡിവൈഡഡ് ബൈ 1,00,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5:1 കിട്ടും. ദെൻ അടുത്ത വരുന്നത് ലിക്വിഡ് റേഷ്യോ ആയിരുന്നു 2,00,000 ബൈ 1,00,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1 ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കോസ്റ്റ് ഓഫ് റവന്യൂ, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് റവന്യൂ പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3,00,000 പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ 5,00,000 ഇൻറ്റു 100 മൈനസ് ഈക്വൽ ടു എത്ര കിട്ടും? 76% കേട്ടോ. 76% എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഇവിടെ ഓൾറെഡി ഇൻഫോർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ദെൻ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പോയാൽ മതി. അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഒരുപാട് തവണ ചെയ്തതാണ് ക്ലാസ്സിൽ. സോ എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്ത് പഠിച്ചേക്കാം. അടുത്ത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,00,000 ബൈ 5,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 40% എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ വരുന്നത്. എത്രയാണ്? 40% എന്നുള്ള ആൻസറിലേക്കാണ് വരുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പോവാണ് ഞാൻ. ഡിസംബർ തൊട്ട് നമ്മുടെ മുന്നത്തെ വർഷം 2024 ഡിസംബർ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ലയബിലിറ്റീസ് ഓഫ് എ മെമ്പർ ഡാഷ് ഈസ് ലിമിറ്റഡ് ടു ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ ആണോ? അൺലിമിറ്റഡ് കമ്പനീസ് ആണോ? നൺ ഓഫ് ദീസ് ആണോ? ദ ലയബിലിറ്റീസ് ഓഫ് എ മെമ്പർ ഡാഷ് ഈസ് ലിമിറ്റഡ് ടു ദ നോമിനൽ വാല്യൂസ് ഓഫ് ദി ഷെയർ ഹോൾഡർ. കറക്റ്റ് ആൻസർ വരുന്നത് നോക്കുക. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാടാ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു 1, 2, 3, 4 എന്ന് പറഞ്ഞൊരു 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. നമ്പർ 1 നോക്കുക. ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ദ ഷെയർസ്. ഓക്കെ. നമ്പർ 2 മിനിമം 2 persons are required. Number 3 no limit to the maximum number of members. And number 4 use the word private limited. Private limited എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വേഗം ഒന്ന് പറഞ്ഞു. Which of the following is correct in relation to the private company? ഒരു പ്രൈവറ്റ് കമ്പനിയെ റിലേറ്റ് ചെയ്ത് ഈ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വേഗം നമുക്കറിയാം യൂസ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മിനിമം 2 persons are required to start. ആണോ? ശരിയാണോ? അതും ശരിയാണ്. ഇനി നമുക്ക് നോക്കാം ആൻസർ വരുന്നത് എന്താണ്? 2 and 4 ആണ് അല്ലെ. മിനിമം 2 persons are required to start a company. Then use the word private limited with the name of the company അല്ലെ. കമ്പനിയുടെ പേരിന്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്ന് യൂസ് ചെയ്യാന്നുള്ളതാണ്. ന്യൂട്ടൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ പോസ്റ്ററിലൊക്കെ? ഇതാ താഴെയൊക്കെ നമുക്ക് സ്ക്രോൾ പോകുമ്പോൾ കാണാൻ പറ്റും. പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആസ് പെർ ഷെഡ്യൂൾ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് ട്രേഡ് റിസീവബിൾസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിലേക്ക് ഇതേപോലെ ഓരോ ഐറ്റംസ് വരുമ്പോഴും അതേ അണ്ടറിൽ കൊടുക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ നന്നായിട്ട് അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പഠിക്കുക. യെസ്. അപ്പൊ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാം. അപ്പോൾ ട്രേഡ് റിസീവബിൾസ് ഏതിന്റെ അണ്ടറിൽ കൊടുക്കുന്ന കാര്യമാണ്? കറണ്ട് അസറ്റ്സ് ആണോ? ദെൻ നോൺ കറണ്ട് അസറ്റ്സ് ആണോ? കറണ്ട് ലയബിലിറ്റീസ് ആണോ? അതർ നോൺ കറണ്ട് അസറ്റ്സ് ആണോ? വേഗം എല്ലാവരും ആൻസേഴ്സ് ഒക്കെ വന്നിട്ട് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം ആയിക്കോട്ടെ. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? യെസ്. നോക്കാം. വേഗം
കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ കറണ്ട് അസറ്റ് ആണ്. ഓക്കെ മക്കളെ, അപ്പോ നമ്മൾ ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ നൈറ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, അപ്പൊ ചേരാൻ താല്പര്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, yes, അടുത്ത നോക്കാം. Dash is the financial tool for studying the key changes and trends in the financial position and operational results of a company. Very important. നോക്കാം, Dash is a financial tool. ഏതാണ് ഒരു financial tool we used for? നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? For studying the key changes and trends. The very important key changes ഉം trends ഉം in financial position and operational result of a company. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനിലും ഓപ്പറേഷണൽ റിസൾട്ടിലെയും ട്രെൻഡ്സും കാര്യങ്ങളും എല്ലാം അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ടൂൾ ഏതാടാ? ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് എന്ന ഓപ്ഷനിലുണ്ടല്ലോ അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി ട്രെൻഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? നോക്കാം, ട്രെൻഡ്സ് ഇൻ ദ ഫിനാൻഷ്യൽ ട്രെൻഡ്സ് ഏതാണ്? ട്രെൻഡ് അനാലിസിസ് ആണോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ട്രെൻഡ് കണ്ടാൽ പോയി ട്രെൻഡ് അനാലിസിസ് എഴുതരുത്. വെച്ച് നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതാം കേട്ടോ. യെസ്, അടുത്ത ദിവസം നോക്കാം. Dash is the ratios calculated to measure the ability of a company to meet its contractual obligations towards the external stakeholders. External stakeholders ന്റെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ലിക്വിഡിറ്റി റേഷ്യോ ആണോ, സോൾവൻസി ആണോ, ആക്ടിവിറ്റി ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ? എഗെയിൻ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വേഗം നന്നായിട്ട് കണക്ട് ചെയ്ത് റേഷ്യോസ് അടിപൊളിയായിട്ട് സെറ്റായി പഠിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ പറയാൻ പറ്റും. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സോൾവൻസി റേഷ്യോ ആണ് അല്ലെ. സോൾവൻസി റേഷ്യോ ആണ് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? റേഷ്യോ കാൽക്കുലേറ്റഡ് ടു മെഷർ ദ എബിലിറ്റി ഓഫ് എ കമ്പനീസ്. കമ്പനിയുടെ എബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സോൾവൻസി ആണ്. Then അടുത്ത നോക്കാം, വെരി സിമ്പിൾ. കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ഈക്വൽസ് ഏതാണ്? കറന്റ് റേഷ്യോ ആണോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണോ, ക്വിക്ക് റേഷ്യോ ആണോ, പ്രൊപ്രൈറ്ററി റേഷ്യോ ആണോ? എ ബി സി ഡി ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറന്റ് റേഷ്യോ ആണ് അല്ലെ. അപ്പൊ മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. റേഷ്യോസിന്റെ ഇക്വേഷൻ തന്നിട്ട് ഇതേ രീതിയിൽ ഏത് റേഷ്യോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് റേഷ്യോസ്. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് റേഷ്യോസ് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോവുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കിക്കേടാ, പ്രൈവറ്റ് കമ്പനി ഹാസ് സം പ്രിവിലേജസ് ഓവർ ദ പബ്ലിക് കമ്പനി അല്ലെ. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനിയേക്കാൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഹാസ് സം പ്രിവിലേജസ് ഓവർ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയുടെ മേൽ പ്രൈവറ്റ് കമ്പനിക്ക് കുറച്ച് പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനലൈസ് ഇറ്റ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. യെസ്, മിനിമം 2 persons to start അല്ലെ. നോ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. മിനിമം 2 persons to start, no issue of prospectus, restriction on transfer of shares എന്നുള്ളതാണ്. Note these points. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഈ ഷോർട്ട് നോട്ട് ഓൺ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഡിബഞ്ചേഴ്സിനെ കുറിച്ചും സെക്യൂർഡ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഡിബഞ്ചേഴ്സ് ആണെങ്കിലും ഷെയർസ് ആണെങ്കിലും അതിന്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. 40 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസ് എക്സാമിന് ഉണ്ടായിരിക്കും. സോ ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു റേഷ്യോസ്. ഐ എം റിപ്പീറ്റിംഗ്, റേഷ്യോസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ ഈ പറഞ്ഞ ഡിബഞ്ചേഴ്സിന്റെ ജേർണൽ എൻട്രീസ്, എല്ലാ ജേർണൽ എൻട്രീസും നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. യെസ്, എന്താണ് ആൻസർ വരുന്നത്? സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ക്രിയേറ്റ് എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റ്സിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു ആര്? സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഇറ്റ്സ് പേയ്മെന്റ് ഈസ് സെക്യൂർഡ് എന്നുള്ളതാണ്. അതിന്റെ പേയ്മെന്റ് സെക്യൂർഡ് ആണെന്നും കൂടി നോട്ട് ചെയ്തേക്കാം. നോക്കടാ, ക്ലാസിഫൈ ദ ഫോളോയിങ് അണ്ടർ ദ ഹെഡിങ്സ്. താഴെ നോക്കിക്കേ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ട്രേഡ് പേയബിൾസ്, ഇൻവെന്ററീസ് എന്നുള്ള ഹെഡിങ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ക്ലാസിഫൈ ദ ഫോളോയിങ് അണ്ടർ ഹെഡിങ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. മക്കളെ, ഈ പറഞ്ഞ ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളോട് എക്സാമിന് ചോദിക്കും ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് ഓരോ ഐറ്റംസും എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ എഴുതാനും കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. സോ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നോക്കാം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ കൊടുക്കും. അസറ്റിലെ നോൺ കറന്റ് അസറ്റിലെ ഫിക്സഡ് അസറ്റ്സിലെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസും, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി കറന്റ് ലയബിലിറ്റിയിലെ ട്രേഡ് പേയബിൾ അസറ്റ്സിലെ കറന്റ് അസറ്റ്സിലാണ് ഇൻവെന്ററി ആയിട്ട് ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. എഗെയിൻ ദാ നോക്കടാ, യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ലിക്വിഡ് റേഷ്യോ. നിങ്ങളോട് ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം എല്ലാവരും തന്നെ ലിക്വിഡ് റേഷ്യോ ഇക്വേഷൻ അപ്ലൈ ചെയ്തു നോക്കിയേ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്?
നിങ്ങൾക്കിവിടെ കറന്റ് ലയബിലിറ്റി, കറന്റ് അസറ്റ്സ്, ഇൻവെന്ററി, അഡ്വാൻസ് ടാക്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലിക്വിഡ് റേഷ്യോ. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, AFS ഡിസംബർ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വേഗം 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 എല്ലാവരും ലിക്വിഡ് റേഷ്യോയുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത് നോക്കാം. ലിക്വിഡ് റേഷ്യോ ഈക്വൽസ് ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. 50,000 ഡിവൈഡഡ് ബൈ 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1 എന്നുള്ള റേഷ്യോയിലേക്ക് നമ്മൾ എത്തും. എത്രയാണ്? 1:1 കേട്ടോ. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് നോട്ട് ചെയ്തേക്കാം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ടൈപ്സ് ഓഫ് റേഷ്യോ ഐഡന്റിഫൈ ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. മെഷർ ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ് based on the effective utilization of resources. റിസോഴ്സസിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷനിലൂടെ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ ആണ് കേട്ടോ. ആക്ടിവിറ്റി റേഷ്യോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നോട്ട് ചെയ്തേക്കാം. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ദ മെഷർ ദ ഷോർട്ട് ടേം സോൾവൻസി. ഷോർട്ട് ടേം സോൾവൻസി ആണ് മെഷർ ചെയ്യുന്നത് എങ്കിൽ അവിടെ ലിക്വിഡിറ്റി റേഷ്യോയും then measure the efficiency of operations of the business. ബിസിനസിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അവിടെ ആക്ടിവിറ്റി റേഷ്യോ ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. ഇത് ഇത്തിരി ആപ്ലിക്കേഷൻ മോഡലിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ടില്ല ഒരു ആൻസർ ചെയ്താ. ദ കറന്റ് റേഷ്യോ ഈസ് 2:1. കറന്റ് റേഷ്യോ 2:1 ആണ്. State giving reason which of the following transactions would improve or reduce. ഒന്നില്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം and not change in the current ratio. Improve or reduce and not change in the current ratio. ഓരോന്നും വായിച്ചു നോക്കിയിട്ട് പറയാം. Payment of current liability will improve or reduce or not change. എന്താ സംഭവിക്കുക? The current ratio is 2:1. Current ratio 2:1 ആണെങ്കിൽ current liability pay ചെയ്യുമ്പോൾ it will be improve ആണല്ലേ, improve ആവും. Then sale of a computer asset സെൽ ചെയ്യുമ്പോൾ again it improve ആവും. Book value 40,000 for 35,000 തന്നിട്ടുണ്ട് കേട്ടോ. 40,000 രൂപയായിരുന്നു ബുക്ക് വാല്യൂ, 35,000 വിറ്റത് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് കോസ്റ്റിംഗ് 20,000 for 22,000. 20,000 രൂപ വാല്യൂ ഉള്ള സാധനം 22,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യും? ഇംപ്രൂവ് ആവും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ 3 കേസിലും ഇംപ്രൂവ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ മോഡൽ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ദെൻ അടുത്ത് നോക്കിക്കേ. യെസ്, ഇവിടെയാണ് നമ്മുടെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. നോക്കാം. From the following statements of profit and loss of Maya Company Limited. Maya Company Limitedന്റെ profit and loss statement ആണ് ഈ തന്നിരിക്കുന്നത്. You have to prepare the comparative statement of profit and loss for the year ending 31st March 2021 and 22. 2021-22 വർഷത്തെ മാർച്ച് 31 നിങ്ങളോട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ്, ടാക്സ് റേറ്റ് 40% ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാലോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ് റവന്യൂ വരുന്നത്? ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് റവന്യൂ വരുന്നത്. 4 ലക്ഷം രൂപ റവന്യൂ വരും. റവന്യൂ എത്രയാണ്? 4 ലക്ഷം രൂപ റവന്യൂ വരും. 2022 5 ലക്ഷം രൂപയാണ് റവന്യൂ വരുന്നത്. 2 ഇയറും നോട്ട് ചെയ്യുക. നോക്കാം. 2021, 22 വർഷം. 21 എത്രയാണ് വരുന്നത്? 4 ലക്ഷം. 22 5 ലക്ഷമാണ് വരുന്നത്. സോ എത്രയായിരിക്കും ആൻസർ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ലക്ഷമാണ് ഡിഫറൻസ് വരുന്നത് അല്ലെ. 1 lakh rupees ആണ് ഡിഫറൻസ് വരുന്നത്. ഈ 1 lakh ഡിവൈഡഡ് ബൈ എത്രയാണ് ബേസ് ഇയർ വരുന്നത്? 4 ലക്ഷമാണ്. ഈ 4 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 1 lakh rupees ആൻസറും ഇതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 25% വരും കേട്ടോ. എത്രയാണ്? 25%. ഇനി ആർക്കെങ്കിലും എങ്ങനെയാണ് 25% വന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. അതെ, ഇതിന് നമ്മൾ 100 into 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 25% വരും കേട്ടോ. ദെൻ എക്സ്പെൻസസിന്റെ കേസ് നോക്കാം. എത്രയാണ് എക്സ്പെൻസസ് വരുന്നത്? എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് 2 ലക്ഷം രൂപ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. 2,50,000 രൂപ 2022 വരുന്നുണ്ട്. ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് 50,000 രൂപയാണ്. 25%. സെയിം ഇതേ പാറ്റേണിൽ തന്നെ ചെയ്തു തുടങ്ങാം. Then other expenses എത്ര രൂപയാണ്? 50,000 രൂപ അതർ എക്സ്പെൻസസ് വരുന്നുണ്ട്. ഇവിടെ 25,000 രൂപ വരുന്നുണ്ട്. Then ഇവിടെ 25,000 ഡിഫറൻസ് എടുക്കുക. കൺവേർട്ട് ചെയ്യുമ്പോൾ 50%, 50% വരുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കുറയ്ക്കുക. എത്ര കിട്ടും? 1,50,000 കുറയ്ക്കുക. ഇതെല്ലാം കുറയ്ക്കുക കേട്ടോ. ഇത് കുറയ്ക്കുമ്പോൾ 1,50,000 രൂപ കിട്ടും.
2,25,000 രൂപ വരും. ദെൻ ഇവിടെ 25,000 രൂപ വരും കേട്ടോ. സോറി, ഇവിടെ നമുക്ക് 75,000 രൂപ വരും കേട്ടോ. അതായത് തമ്മിൽ ആഡ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. 2 ലക്ഷം പ്ലസ് നമ്മളിവിടെ കുറച്ച് കാണിച്ചു. ദെൻ അതേപോലെ ഓരോന്നും ആഡ് ചെയ്ത് പോവാ. എത്ര കിട്ടും ആൻസർ വരുന്നത്? 50% നമ്മളവിടെ വീണ്ടും വരും. ദെൻ ലെസ് ടാക്സ്, 40% ടാക്സ് കുറയ്ക്കുമ്പോൾ 60,000, 90,000 വരും. ഇവിടെ 30,000 വരും അല്ലെ. ഇതിന്റെ എല്ലാം എമൗണ്ട് എടുക്കുക. 1,50,000 40%, അങ്ങനെ ഓരോന്നിന്റെ 40% കമ്പ്യൂട്ട് ചെയ്താണ് ഈ കാണുന്ന 60-30 എന്നുള്ള റേറ്റിലേക്ക് നമ്മൾ വരുന്നത്. അവിടെ 50%. ദെൻ ഫൈനൽ ആൻസർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ടാക്സ് കൊടുത്തു കഴിഞ്ഞ് വരുന്നത് 90,000. ദെൻ 1,35,000, 1,35,000. ദെൻ 45,000, 45,000 ആൻഡ് 50% ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ആൻസറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ പറയുന്ന ആൻസറിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക. ഇനിയിപ്പോ കുറച്ചുകൂടി റെഡി ആവാനുണ്ടെങ്കിൽ നന്നായിട്ടിരുന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റനിലേക്ക് ഞാൻ പോവാണ്. നോക്കിക്കോളൂ. നോക്കടാ, ഷോ ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് സൂര്യ ലിമിറ്റഡ്. സൂര്യ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ താഴെ പറയുന്ന ഐറ്റംസ് കാണിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ജനറൽ റിസർവ് 2,50,000 രൂപയും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 1,50,000 രൂപ ഡെബിറ്റ് ബാലൻസും ആണ് തന്നിരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നോക്കാം, യു ഹാവ് ടു പാസ് ദ ഫോളോയിങ് ബാലൻസ് ആണ്. നിങ്ങളോട് ഇത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടില് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് 1,50,000 രൂപ കൃത്യമായിട്ട് കാണിക്കുക. ആ 1,50,000 രൂപ, സോറി 1,00,000 രൂപ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, സോറി, 1,00,000 രൂപ എങ്ങനെയാണ് കിട്ടുന്നത്? റിസർവ്, ജനറൽ റിസർവ് 2,50,000, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 1,50,000 അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഈ കാണുന്ന 1,00,000 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ വരും. അതാണ് ഇവിടെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ ആ 1,00,000 രൂപ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോട്ട് ചെയ്തേക്കാം. യെസ്, അടുത്ത് നോക്കിക്കേ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ജേണൽ എൻട്രി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ജേണൽ എൻട്രി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ആദിത്യ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 12% ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ₹100 ഈച്ച് പേയബിൾ 30 ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ 30 രൂപ ആൻഡ് ദ റിമൈനിങ് എമൗണ്ട് ഓൺ അലോട്ട്മെന്റ്. The public applied it for 19,000 debentures which were fully allotted and all the relevant allotment money was duly received. You have to give the necessary journal entries എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In the books of Aditya Limited ബുക്സിൽ നിങ്ങളോട് വേണ്ട ജേണൽ എൻട്രീസ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വരുന്ന ജേണൽ എൻട്രീസ്? വേഗം എല്ലാവരും ഒന്ന് പറഞ്ഞേ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്കാം, ഫസ്റ്റ് വൺ വരുന്നത് ബാങ്ക് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആണ്, 5,70,000. Then 12% debenture application amount account debtor to 12% debentures 5,70,000. Then 12% debenture allotment to 12% debentures 13,30,000 and bank to debenture allotment 13,30,000 അല്ലേ? ഇങ്ങനെയാണ് കൃത്യമായിട്ട് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. 30 on application, remaining allotmentലാണ് 19% public applied for 19,000 debentures were fully allotted ആണെന്നും പറയുന്നുണ്ട്. കൃത്യമായിട്ട് എഴുതി പോവാ. ഓക്കെ, അടുത്ത ദിവസം നോക്കടാ. രാജ കമ്പനി പർച്ചേസ് ദി അസറ്റ്സ് ഓഫ് വാല്യൂ ഓഫ് ₹4,40,000. 4,40,000 രൂപ വാല്യൂ ഉള്ള അസറ്റ്സ് രാജ കമ്പനി ബ്രദേഴ്സ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു ആൻഡ് എഗ്രീഡ് ടു മേക്ക് ദ പേയ്മെന്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇഷ്യൂയിങ് 4,010% ഡിബഞ്ചേഴ്സ് ഓഫ് 100 അറ്റ് എ പ്രീമിയം. ഇവിടെ പ്രീമിയം വരുന്നുണ്ട്, ഒരു 10% പ്രീമിയത്തിലാണ്. So you have to pass the premium journal entry also. പ്രീമിയത്തിന്റെ journal entry കൂടി നമ്മൾ ഇവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. Record the necessary journal entries എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഫസ്റ്റ് വരുന്നത് assets account up to brothers company account 4,40,000. Then brothers company account up to 10% debentures to securities premium 4,40,000. 10% debentures 4,00,000, securities premium 40,000 രൂപ. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിബഞ്ചേഴ്സും സെക്യൂരിറ്റീസും കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് നമ്മൾ 4,40,000 രൂപ ബ്രദേഴ്സ് കമ്പനിയുടെ അക്കൗണ്ടിൽ കാണിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. ജയ കമ്പനി പർച്ചേസ്ഡ് എ മെഷീൻ ഫ്രം സേഫ് ലൈഫ് മെഷീൻ ലിമിറ്റഡ് ഫോർ ₹7,60,000 രൂപ. 7,60,000 രൂപയ്ക്ക് ജയ കമ്പനി എന്ത് ചെയ്യാണ്? purchased a machine from Safe Life Machine Limited. Safe Life Machine Limitedന്റെ കയ്യിൽ നിന്ന് ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാണ്. ആസ് പെർ പർച്ചേസ് എഗ്രിമെന്റ്. പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം 40,000 were paid in cash.
40,000 രൂപ ക്യാഷ് ആയിട്ടും ബാലൻസ് ബൈ ഇഷ്യൂ ഓഫ് 100 ഷെയർസ് ഓഫ് 100 ഈസ് what will be the entries passed if the shares are issued at 20% of premium? 20% പ്രീമിയത്തിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ what will be the entry? എന്തായിരിക്കും എൻട്രി വരുന്നത്? മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, then ക്യാഷ് ആയിട്ട് 40,000, then 7,20,000 നേരെ സേഫ് ലൈഫ് മെഷീൻസ് ലിമിറ്റഡ്, ടോട്ടൽ വരുന്നത് 7,60,000 ഇവിടെ കാണിക്കാം. Then സേഫ് ലൈഫ് മെഷീൻ ലിമിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ 6 lakh ടു സെക്യൂരിറ്റി പ്രീമിയം 1,20,000 rupees ആണ് നമുക്ക് അവിടെ വരുന്ന ജേണൽ എൻട്രീസ്. ഓക്കെ മക്കൾ, ഇതെല്ലാം നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞു പോവാത്തത് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മെൻറ്ററെ കോൺടാക്ട് ചെയ്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 6 മാർക്കിന്റെ ടൈപ്പിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. ജനറലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഹിമാലയ ലിമിറ്റഡ്. ഹിമാലയ ലിമിറ്റഡിന്റെ ബുക്സിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, 400 ഷെയർസ് ഓഫ് 100 ഈച്ച്, 400 ഷെയർ 100 രൂപ ഈച്ച് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 10 were forfeited for non-payment of allotment money of rupees 60 each. The first and final call of rupees 20 per share on these shares were not made എന്നുള്ളത്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് rupees 20 on these shares were not made എന്നും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് 100, 10, 60 കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. Then the following shares were reissued at 70 per share has fully paid up. rupees 70 fully paid up ആയിട്ട് reissue ചെയ്തു. 800 of 250 each shares each saved at a par were forfeited for non-payment of final call at rupees 10 per share. These shares were reissued at 45 per share fully paid up എന്നാണ് പറഞ്ഞിരിക്കുന്നത്. You have to pass necessary journal entries. First എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയം ടു ഷെയർ ഫോർഫീറ്റഡ് ടു കോൾസ് ഇൻ ഏരിയാസ് ആണല്ലേ. നോക്കാം മക്കളെ, ഇവിടെ 400 × 80 ആണ് കേട്ടോ ഈ പറയുന്ന ആൻസേഴ്സ്. എങ്ങനെ വന്നു 400ന്റെ കൂടെ? നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. ഇവിടെ ഈ തരുന്ന 100 രൂപ മൊത്തം എടുക്കുകയാണ് എങ്കിൽ അതിലിതാ 60, 70 കണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്താണ് ഈ പറയുന്ന എമൗണ്ടിലേക്ക് കാണിച്ചിരിക്കുന്നത്. സോ അവിടെ 32,000 വരും. സെക്യൂരിറ്റീസ് പ്രീമിയം 4,000 രൂപ ഇത് വരും, 400 രൂപ 10 എണ്ണം. Then shares forfeited 400 × 20 8,000, calls in arrears 28,400 × 70 കേട്ടോ. അങ്ങനെയാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. Then ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക 400 × 70 28,000. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 400 × 10 4,000. ഷെയർ ക്യാപിറ്റൽ വരുന്നത് 32,000 ആണ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ 4,000 രൂപയും നേരെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവിലോട്ടാണ് കേട്ടോ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇതാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്തേക്കാം. യെസ്, ദെൻ അത് നിന്റെ ബി ടൈപ്പില്, ബിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 800 × 50 വരും 4,000. കോൾസ് ഇൻ ഏരിയാസ് 800 × 10 8,000. ഷെയർ ഫോർഫീറ്റഡ് 800 × 40 32,000 വരും കേട്ടോ. ദെൻ അതിന് നമ്മൾ നേരെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 800 × 45 36,000ലേക്കും ഷെയർ ഫോർഫീറ്റഡ് 800 × 5 4,000ലേക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 40,000 വരും. ഫൈനലി നമ്മൾ ജനറൽ റിസർവ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഈ പറഞ്ഞ ക്യാപിറ്റൽ റിസർവ് 28,000ലേക്കാണ് നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാ നോക്കിക്കോളൂ കേട്ടോ. നേരത്തെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവിലേക്കാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്തത്. നോട്ട് ചെയ്തേക്കാം. 4,000 രൂപ വീതം വരും. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. From the following information, you have to prepare a common size income statement. നിങ്ങളോട് common size income statement for the year ending 31st March 2020 and 31st March 2021ലേക്കുള്ള കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തു വന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ഞാനിവിടെ ഒരു ഫോർമാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൻസേഴ്സ് പറഞ്ഞു പോവാം. 19, 20, 2021 ഇയേഴ്സും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തു. നോക്കാടാ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിലേക്ക് വരും. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക, ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. ഫൈനലി നമ്മൾ ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തും. അതിന്റെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതും ഡിഫറൻസ് എടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ ചെയ്യുക. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക, ഒന്നുകൂടി നന്നായിട്ട് ചെയ്ത് നോക്കാം. ദെൻ നിങ്ങൾ ഈ ആൻസറിലേക്ക് കൃത്യമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് ചെയ്യാൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Following
information is given by a company from its books of accounts as on March 31st, 2023. 2023 ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻവെന്ററി, ടോട്ടൽ കറണ്ട് അസറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്, then 13% ഡിബഞ്ചേഴ്സ്, കറണ്ട് ലയബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. Again repeating, you have to calculate current ratio, liquid ratio, debt equity ratio, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. മക്കളെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാ. കറണ്ട് റേഷ്യോ നമ്മൾ ഈ പറയുന്ന 1.6:1, ലിക്വിഡ് റേഷ്യോ 6:1, then debt equity ratio 75:1ലേക്കും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 10 ടൈംസിലാണോ നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസും പറയുന്നത്. 10 ടൈംസും 5 ടൈംസ് ആയിട്ട് മാറും. സോ ഇക്വേഷൻ എഴുതി തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക. ഈ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നില്ലേ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് കൂടി വരുത്തുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ. യെസ്, ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. നമ്മുടെ എക്സാമിനുള്ള ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഇൻ ഷോർട്ട് ആയിട്ട് നമ്മൾ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ എക്സാം എഴുതുക. ദെൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.